ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ FTJ at ഒഫീഷ്യൽ. കുറേ പേര് ഓഡീഷനിലൊക്കെ പോയിട്ടുണ്ടായിരിക്കും. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇതിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇനിയും പോകാനുള്ളവർക്കും അത് കണ്ടിട്ട് മനസ്സിലാക്കി പോകാനുള്ള രീതിയിലാണ് ഞാനിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. 8 മണി തൊട്ട് 9 മണി വരെയാണ് രജിസ്ട്രേഷൻ അവിടെ പറഞ്ഞിരിക്കുന്നത്. മാക്സിമം നേരത്തെ എത്തണം, എന്നാലേ നല്ല ഒരു നമ്പർ കിട്ടി നമുക്ക് നേരത്തെ തന്നെ പെർഫോം ചെയ്തിട്ട് പോരാൻ പറ്റും. അപ്പം എവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ മെർമെയ്ഡ് ഹോട്ടലിലാണ് നടക്കുന്നത്. ആ ഹോട്ടൽ ഞാൻ കാണിക്കാം. അത്യാവശ്യം നല്ല സെലിബ്രിറ്റികളൊക്കെ വരുന്ന ഒരു ഹോട്ടൽ തന്നെയാണ്. എൻ്റെ അകം ഞാൻ കാണിച്ചു തരാം. ഇതാണ് മെർമെയ്ഡ് ഹോട്ടൽ. ഞാൻ ചെന്നപ്പോൾ തന്നെ കുറേ പേര് ഇട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് അവിടെ നമ്മുടെ നെയിമും നമ്മുടെ ഫോൺ നമ്പറും അവിടെ രജിസ്റ്റർ ചെയ്യണം. ഒരു പേപ്പർ തരും. ആ പേപ്പറിൽ നമ്മൾ ആദ്യം എഴുതി വെക്കണം. ആ ഓർഡറിലായിരിക്കും ഇവർ നമുക്ക് നമ്പർ തരുന്നത്. ഗൈസ്, ഈ ഹോട്ടൽ കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് അതിൻ്റെ ഫ്രണ്ടിലത്തെ വശം വന്നിട്ടാണ് ഞാൻ ആ വീഡിയോ എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് പ്രൊസീജിയർ, നമ്മൾ കുറേ സമയം ഇരുന്ന് കഴിയുമ്പോൾ നമുക്കൊരു ഫോം തരും. അവർ പേര് വിളിക്കും. അവിടുത്തെ ഒരു ക്രൂവിലൊരു മെമ്പറാണ്. നമ്മളെ പേര് വിളിച്ചിട്ട് ആ ഫോം തരും. ആ ഫോം തന്നിട്ട് നമ്മളത് പൂരിപ്പിച്ച് കൊടുക്കുക. 9:30-10 മണിയായപ്പം നമ്മുടെ ഓഡീഷൻ സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ നമ്പർ 27 കിട്ടിയത്. 27 കിട്ടാൻ കാരണം ഞാൻ ഓർഡർ വന്ന അനുസരിച്ചാണല്ലോ വിളിക്കുന്നത്. അപ്പോൾ എൻ്റെ പേര് 27ാമത്തെ പേരായിരുന്നു. പിന്നെ നമുക്കൊരു ബാഡ്ജ് അല്ലെങ്കിൽ ഒരു ടാഗ് പോലൊരു സാധനം കിട്ടും. കാണിച്ചു തരാം ഗൈസ്. ഇതാണ് എൻ്റെ ടാഗ്. ആ ടാഗ് നമ്മൾ കഴുത്തിലിട്ട് വേണം നമ്മൾ ഓഡീഷൻ സെൻറ്ററിലേക്ക് പോകാനായിട്ട്. അത് 7th ഫ്ലോറിലാണ്. നമ്മൾ ഈ ലിഫ്റ്റ് വഴി കയറിയിട്ടാണ് മേളിൽ പോകേണ്ടത്. ആ ക്രൂവിലെ മെമ്പേഴ്സാണ് അവിടെ ഇരിക്കുന്നത്. ഇത് കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യണം. 27 ആണല്ലോ നമ്പർ. അപ്പോൾ കുറേ ടൈം വെയിറ്റ് ചെയ്തിട്ടാണ് അങ്ങനെ കിട്ടിയത്. ഇതാണ് 7th ഫ്ലോർ. ആ കസേര ഇട്ടിരിക്കുന്നതാണ് അവിടെയാണ് നടക്കുന്നത്. കുറച്ച് വെളിയിലത്തെ കാര്യങ്ങൾ കാണിക്കാം. ഇത് ഞാൻ നേരത്തെ കാണിക്കേണ്ടതായിരുന്നു, പക്ഷേ ഞാൻ ഇപ്പോൾ പറയുകയാണ് ഇതിനെപ്പറ്റി. ഞാൻ കുറേ സെലിബ്രിറ്റീനെ കണ്ടു. ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന പ്രോഗ്രാമിലെ കുറേ സ്കിറ്റ് അഭിനയിക്കുന്ന ആൾക്കാരും അതിൻ്റെ ക്രൂവും എല്ലാവരെയും മിക്കവരെയും ഞാൻ കണ്ടു. അവരുമായിട്ട് സംസാരിക്കുകയും ചെയ്തു. ഇത് നല്ലൊരു വ്യൂ ആണ്. അതിൻ്റെ ബാക്കിലത്തെ വശമാണ്. അവിടെ ഒരു പൂള് വന്നിട്ട് പൂളിൻ്റെ അവിടുത്തെ ഒരു സീനറിയാണ് കാണിക്കുന്നത്. പൂളിൽ നിന്ന് ഇങ്ങോട്ടുള്ളതാണ്. മെർമെയ്ഡിൻ്റെ ഫുൾ വ്യൂ ആണ് ആ കാണുന്നത്. ഇതാണ് പൂള്. കുറേ നീന്തലിൽ പഠിക്കുന്ന ആൾക്കാർ അവിടെ വന്ന് നീന്തുന്നുണ്ടായിരുന്നു. പ്രാക്ടീസ് ആണെന്ന് തോന്നുന്നു. അതിൻ്റെ ഇപ്പുറത്തെ ഒരു കായലാണെന്നാണ് തോന്നുന്നത്. വാട്ടർ മെട്രോ ഒക്കെ അവിടെ അതിലും വഴി പോകുന്നുണ്ടായിരുന്നു. എന്തായാലും നല്ലൊരു വ്യൂ ആണ്. നല്ലൊരു ഹോട്ടലാണ്. അങ്ങനെ എൻ്റെ ഓഡീഷൻ കഴിഞ്ഞ് ഞാൻ തിരിച്ചിറങ്ങുന്ന സീനാണ് കാണിക്കുന്നത്. നമ്മളെ ഫോൺ അവിടെ അലോട്ടല്ല. മേളിലോട്ടൊന്നും കയറ്റി വിടത്തില്ല. അത് കാരണം ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഓഡീഷൻ കഴിഞ്ഞ് തിരിച്ചിറങ്ങി ആ ഒരു സീനാണ്. ഇനിയും കുറച്ച് പേര് കയറാനുണ്ട്. 27 ആയതുകൊണ്ട് എനിക്കൊരു 11:30-12 മണിയായപ്പം എൻ്റെ ഓഡീഷൻ കഴിഞ്ഞ് ഞാൻ ഇറങ്ങി. സോ ഇപ്പം അധികം ആൾക്കാരൊന്നും ഇല്ല. ഇതാണ് സീൻ. ഓക്കെ, അപ്പം എൻ്റെ ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.